PX social worker CPC2. എല്ലാവർക്കും നമസ്കാരം. പ്രമുഖ വ്യക്തികളായ സദസ്സിലിരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തികളെ ഞാൻ ചുരുക്കത്തിനാണ് പറയാൻ പോകുന്നത്. സദസ്സിലും ഇരിക്കുന്ന പല ജില്ലകളിൽ നിന്ന് വന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇതിലേക്ക് വന്നിട്ട് ഒരു 9 വർഷമായി. ഞാൻ സുനിൽ സാർ വഴിയാണ് ഇതിലേക്ക് വന്നത്. ഞാൻ സ്റ്റെനോ വിത്ത് അക്കൗണ്ടൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ വിനു സാറിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ ഇതിലേക്ക് വന്നതിന് ശേഷം ഞാൻ വക്കീലല്ലല്ലോ, അപ്പം ഞാൻ കേസുകൾ മാത്രം അടിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കൊണ്ടുവരുന്ന പ്രൊജക്റ്റ് നമ്മൾ കൊടുക്കുക. പക്ഷേ സുനിൽ സാർ വഴി ഞാൻ ഇതിലേക്ക് വരികയും അനുമേഡത്തിനായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾ കേസുകളൊക്കെ എടുത്തു കൊടുക്കണമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ പ്രോപ്പർട്ടിയിൽ, എൻ്റെ വാർഡിൽ, എൻ്റെ സ്ഥലങ്ങൾ വഴിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ചെറിയൊരു ഗ്രാമത്തിലാണ് ഞാൻ കല്യാണം കഴിച്ച് പോയിരിക്കുന്നത് 96. അപ്പം ഞാൻ കൺസ്യൂമറിൻ്റെ ഇതുവഴി ഞങ്ങൾ വീൽ ചെയർ അവിടെ കൊടുക്കുകയും ഡോക്ടറും മോണിസാറും അനുമേഡം വഴിയൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കൺസ്യൂമറിൻ്റെ നമ്മുടെ ഇതിലാണ് വർക്ക് ചെയ്യണത്. അണ്ടറിലുള്ള CCPW ഇതിലാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വാർഡ് മെമ്പറിന് ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ വാർഡ് മെമ്പർ പറഞ്ഞു അവരെ ഇറക്കണ്ട സിലിൽ, ഞങ്ങൾ വേണ്ടുന്ന പോലെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഞാൻ വാർഡിലേക്ക് മെമ്പറിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന വർക്കിംഗ് ഗ്രൂപ്പിലെ ആളായിരുന്നു. അപ്പം ഞങ്ങൾ ഇപ്പോൾ എൻ്റെ വഴി റിലീസായി ഒരു വരമ്പ് ടിപ്പർ ലോറി കയറുന്ന വീതിയായി ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് ഈ കൺസ്യൂമർ കോടതിയുടെ കീഴിൽ CCPW അതിലെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വില്ലേജ് ഓഫീസറുടെ അടുത്ത് ചെന്നു. പുതിയ വില്ലേജ് ഓഫീസറാണ്. ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യത്തിന് ചെന്ന് നിലമ്പുരയുടെ കാര്യമായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കണില്ല. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്കിങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്, അപ്പോൾ സാറിന് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചെയ്തു കൊടുക്കുക. അവർ പാവപ്പെട്ടവരല്ലേ, എൻ്റെ മൂത്ത മക്കളുടെ കൂട്ടുകാരിയാണ്. അപ്പോൾ സാറ് പറഞ്ഞു, സെലീം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാട്ടെ സെലീം. അതായത് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ നമ്മൾ അധികാരം ഉണ്ട്, പക്ഷേ നമ്മൾ അത് ദുരുപയോഗം ചെയ്യരുത്. വിൽസൺ സാറിനെയൊക്കെ പരിചയപ്പെട്ടത് വർഷങ്ങൾക്ക് മുമ്പ് അനുമേഡം വഴിയാണ്. അപ്പോൾ സാറിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ, ഡിബെന്നി സാറിൻ്റെ കുറേ കാര്യങ്ങൾ യൂട്യൂബിൽ വന്ന കൺസ്യൂമറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ടോക്കിങ്ങുകൾ അങ്ങനെയൊക്കെ കേട്ട് ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ തനിയെ ചെയ്യുന്നുണ്ട്. തനിയെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ പരമായിട്ടോ അതർപരമായിട്ട് കേസുകൾ മിക്കവരും ഇവിടെ വരുമ്പോഴൊക്കെ എന്താണ് വരുമാനമില്ല, വെറുതെ വന്ന് മീറ്റിംഗ് കൂടി പോകാം എന്നുവെച്ചാൽ ഞാൻ 16 വാർഡിൻ്റെ ഒരു മഹിളാ കോൺഗ്രസ് ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വാർഡിലെ വർക്ക് കണ്ട് എടുത്തേക്കണേ. പക്ഷെ എനിക്ക് വരുമാനവും കിട്ടണുണ്ടല്ലോ. ഇപ്പം ഇതുവഴി അനവധി കേസുകൾ ഇപ്പം അനുമേഡത്തിലേക്ക് കൊടുത്ത് ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അതർ കേസും ഇതുമെല്ലാം. പിന്നെ നമ്മൾക്ക് കിട്ടിയേക്കണത് ജനങ്ങളെ സേവിക്കാനും കൂടിയാണ്. ജനങ്ങളെ സ്നേഹിക്കണം, കൂടെ നമുക്കും അതിനുള്ളൊരു ഇത് കിട്ടണം. ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ റോഡ് വല്ലാമടത്തെന്ന് വെച്ചാൽ ഗ്രാമപ്രദേശത്തുകൊണ്ട് പാലങ്ങളൊക്കെ വന്നതുകൊണ്ട് ആൾക്കാർക്ക് പ്രോപ്പർട്ടിയോട് ആർത്തിയാണ്. അപ്പം അവർ സ്ഥലം വഴിയൊന്നും വിട്ടു തരില്ല. അപ്പം ഞാനിങ്ങനെ പറയും, സാറേ എനിക്കിപ്പോൾ ഒരു ഇതിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വേണ്ടുന്ന എന്താ വെച്ചാൽ ചെയ്തു എന്ന് വെച്ചാൽ വേണ്ടുന്ന എന്ത് ചെയ്തോന്ന് വെച്ചാൽ നമ്മൾ ഭീഷണിപ്പെടുത്തണില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. പിന്നെ കുറച്ച് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് വരാൻ പറ്റില്ല. എൻ്റെ ചേച്ചി ഹോസ്പിറ്റലിൽ ഇത്തിരി ICUവിൽ സീരിയസ് ആയിരുന്നു. പിന്നെ മോളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരാശംസൻ്റെയും നമ്മുടെ കൺസ്യൂമർ ഡേയുടെയും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.